അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് ഒരു ഗവിയിൽ ട്രക്കിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ 4:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഇതാ ഞാൻ ബാഗിലെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഉണ്ട്, ഇനി കുറച്ചും കൂടെ പാക്ക് ചെയ്യാനുണ്ട്. ഞാൻ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ ഷൂസൊക്കെ ഇട്ട് റെഡിയായി. ബാക്കിയുള്ള ഷൂസ് ഫുൾ അലങ്കോലമായി കിടക്കുകയാണ്. പറയുമ്പോൾ വന്നിട്ട് ഒന്ന് ഒതുക്കണം. അത് കഴിഞ്ഞതാണ്ട് നമുക്കിനി ഗവിയിൽ ആ ട്രെക്കിങ്ങിന് പോകണം. നമ്മൾ ഇവിടെ നിന്ന് നേരെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല നമ്മൾ രണ്ടുപേരും പോകുന്നത്, അച്ഛനൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്. ആ അങ്കിളിനെ കൂടെ വിളിക്കണം. ആ അങ്കിൾ ഇവിടെ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. അവിടെ പോയിട്ട് വിളിക്കണം. അത് കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഒരു 8 മണിക്കെങ്കിലും എത്തണം. ആ ഗവി ചെക്ക് പോസ്റ്റ് 11 മണിക്കെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി അവിടെ പോണ വഴിക്ക് കാഴ്ചകൾ കാണാം. ഇരുട്ടായിരുന്നുകൊണ്ട് കുറച്ച് കാണാൻ പാടായിരിക്കും. നമുക്ക് അങ്ങ് അവിടെ വീട്ടിൽ പോയിട്ട് കാണാം. അപ്പം ശരി. അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിതാ ചെങ്ങന്നൂർ എത്താറായി, അങ്ങളുടെ വീട്ടിലെത്താറായി. നമ്മൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ചെങ്ങന്നൂർ. ഞാൻ രാവിലെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. ഇപ്പോൾ മാന്തുക എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. കണ്ടില്ല, അച്ഛൻ വണ്ടി ഓടിക്കുന്നു. ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, കണ്ണൊക്കെ ഒരുമാതിരിയായി. പിന്നെ കണ്ടില്ലേ, നല്ല സ്പീഡിൽ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് എത്തണം. നമ്മൾ സൈഡിൽ വയൽ അടിപൊളി. അപ്പം നമുക്കിനി കുറച്ച് ദൂരം എത്തിയിട്ട് കാണാം. നമ്മളിതാ വീടെത്താറായി. കണ്ടില്ലേ, ഇതിൽ വീട് കുറച്ച് ദൂരം പോകണം. അതാണ് വീട്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വീട്ടിലെത്തി. നമ്മളിവിടെ നിന്ന് അങ്ങ് പോയാണ്. ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. ഇവനെയും കൂട്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കിനി പോണ വഴിയിൽ കാഴ്ചകളൊക്കെ കാണാം. പോണ വഴിക്ക് സംസാരിച്ച് പോവാം. അങ്കിളേ, ഇതാണ് അങ്കിളും വരുന്നത്. അച്ഛൻ. അപ്പോൾ നമുക്കിനി പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നതാണ്. നമ്മൾ രണ്ടുപേരും ഉണ്ട് ഇവിടെ. നമ്മുടെ അച്ഛന്മാരെല്ലാവരും പോയതാ പത്തനംതിട്ട ഹോട്ടൽ ആനന്ദ ഭവൻ. നമുക്കിനി കഴിക്കാം, എന്തെങ്കിലും ഓർഡർ ചെയ്യണം മതി. അപ്പോൾ ഗൈസ് നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയതാ. അങ്കിളെന്താ അച്ഛനും കാറി കയറാൻ പോകുന്നു. നമുക്കും കൂടെ ബാക്കി പോയിരിക്കാം. കണ്ടില്ലേ, നമ്മൾ ചിറ്റാർ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇനി ഒരു 10-11 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇനി അവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോകുമ്പോൾ നമുക്ക് ആങ്ങമഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു ടിക്കറ്റ് ഉണ്ട്. ആ ഒരു പാസ് കാണിച്ചിട്ട് നമ്മൾ ഇനി ജംഗിൾ സഫാരിക്ക് കയറുന്നുണ്ട്. രണ്ടച്ചാകത്തുണ്ട്. അങ്കിൾ ദൈവം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോയിട്ടൊക്കെ പോണ വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഒരാളിരുന്ന് ഷൂ ഇട്ടുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാട് കണ്ടില്ലേ. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ അതാണ് ചെക്ക് പോസ്റ്റ്. താങ്കളും അച്ഛനും കൂടെ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. ഗവിയിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ നിലവിൽ 3 ഓപ്ഷൻസാണ് ഉള്ളത്. 1, KSRTCയിൽ പോകാം. പത്തനംതിട്ട നിന്നും 3 സർവീസാണുള്ളത്. 5:30 സമയം, 6:30യും 11:30യും. ഈ ബസ്സിൽ തന്നെ നമുക്ക് തിരിച്ചും വരാം. പിന്നെ ഉള്ളത് തേക്കടി പെരിയാർ ടൈഗർ റിസർവിൻ്റെ ടൂറിസ്റ്റ് പാക്കേജാണ്. അത് ഓൺലൈൻ ബുക്ക് ചെയ്യണം. പെരിയാർ ടൈഗർ റിസർവ് ORG എന്ന സൈറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാം. പിന്നെ ഉള്ളതാണ് നമ്മുടെ സ്വന്തം വണ്ടിയിൽ തന്നെ നമുക്ക് പോകാം. അതിനാദ്യം gavikaki.online.com എന്ന സൈറ്റിൽ കയറി ഓൺലൈൻ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 80 രൂപയാണ് ചാർജ്. രാവിലെ 8 മുതൽ 11 മണി വരെ മാത്രമേ എൻട്രി പെർമിറ്റ് ഉള്ളൂ. 11 മണി കഴിഞ്ഞാൽ ഒരു കാരണവശാലും കയറ്റിവിടത്തില്ല. ഓൺലൈൻ എടുത്ത ടിക്കറ്റ് ഇവിടുത്തെ കൗണ്ടറിൽ കാണിക്കണം. പോകുന്ന എല്ലാ ആൾക്കാരുടെയും പേരും അഡ്രസ്സും എഴുതി കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞാലാണ് ഗവിക്ക് പോകാനുള്ള പാസ് തരുന്നത്. ഈ പാസുമായി നേരെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ പോകണം. അവിടെ ഈ പാസും ഡ്രൈവിംഗ് ലൈസൻസും കാണിച്ച് എൻട്രി ചെയ്യണം.
കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അധികം കടകളൊന്നും ഉണ്ടാക്കില്ല. അതിനാൽ ഭക്ഷണ സാധനങ്ങൾ ആങ്ങാമൊഴി നിന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും നമ്മൾ ഉച്ചയ്ക്ക് മുമ്പേ കൊച്ചു പമ്പയിലെത്തും. അവിടെ ഒരു KCBയുടെ ഒരു ക്യാൻറ്റീനുണ്ട്. അവിടെ ഉച്ച സമയമാണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഗായ്സ് നമ്മൾ അവിടെ നിന്ന് ആങ്ങമൊഴി ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മളിതാ ഇങ്ങ് വന്നു. അപ്പോൾ നമ്മളിതാ കൊച്ചാണി ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ചെക്ക് പോസ്റ്റ്, കണ്ടില്ലേ? അച്ഛൻ എന്തോ ടിക്കറ്റ് കാണിക്കുമ്പോൾ ഇതിൻ്റെ ചെക്ക് പോസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാ സൈഡിലൊക്കെ കണ്ടില്ലേ ഗൈസ്, നിറയെ മുള. അച്ഛൻ നിൽക്കുന്നു, കറുത്ത ഉടുപ്പ് കണ്ടില്ലേ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് എന്താ പിന്നെ സൂക്ഷിക്കണം, ഇവിടെ അട്ടകളൊക്കെ ഉണ്ട്, അതാണ് മെയിൻ സാധനം, സൂക്ഷിക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ കൊച്ചാണി ചെക്ക് പോസ്റ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മൾ രണ്ടുപേരും, വേറെ രണ്ടുപേരും കൂടെ. അപ്പോൾ നമ്മളിനി കാട്ടിനുള്ളിലാണ്, നല്ല കാട്ടിനുള്ളിലാണ് നമ്മളിനി പോകുന്നത്. ഇനി നമുക്ക് അങ്ങ് കാണാം. പത്തനംതിട്ട ജില്ലയിലെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിലൂടെ കയറുന്ന നമ്മൾ തിരിച്ചിറങ്ങുന്ന ഇടുക്കി ജില്ലയിലെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലാണ്. ഇപ്പോൾ നമ്മൾ എത്തുന്നത് രണ്ടാമത്തെ ചെക്ക് പോസ്റ്റായ മൂഴിയാർ ഡാമിലാണ്. ഇവിടെയും പാസും ലൈസൻസും കാണിച്ച് എൻട്രി ചെയ്യണം. നമ്മുടെ ആദ്യത്തെ ചെക്ക് പോസ്റ്റായ മൂഴിയാർ ഡാമിലെത്തി. ഇതാണ് ഡാം, കണ്ടില്ലേ? അപ്പുറത്ത് വെള്ളമുണ്ട്, കാണിച്ചിരാം. വെള്ളമുണ്ട്. ഞാൻ വെച്ച് വെള്ളം കാണില്ലെന്ന്, കണ്ടില്ലേ? വെള്ളം വറ്റിയിരിക്കുകയാണെന്ന് തോന്നുന്നു, കുറച്ച് വറ്റിയിട്ടുണ്ട് വെള്ളം, കണ്ടില്ലേ? വെള്ളം കുറച്ച് കുറവാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്ന 5 ഡാമുകളും ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷമുള്ള വെള്ളം ഇവിടെ മൂഴിയാർ ഡാമിലേക്കാണ് എത്തുന്നത്. ശബരിഗിരി പ്രോജക്റ്റ് എന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. ഇവിടെ മൂഴിയാറിലാണ് സബ് സ്റ്റേഷൻ. മൂഴിയാറിലുള്ള പവർ ഹൗസിലേക്ക് കക്കി ഡാമിൽ നിന്നും പമ്പ ഡാമിൽ നിന്നും വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി എത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിക്കുന്നത്. 1961 ശബരിഗിരി പദ്ധതി തുടങ്ങുന്നത്. ഇത് കക്കി റിസർവോയർ. കക്കി ആറിന് കുറുകെ 2 ഡാമുകൾ കെട്ടിയാണ് കക്കി റിസർവോയർ ഉണ്ടാക്കിയത്. കക്കി ഡാമും ആനത്തോട് ഡാമും. ഇത് പമ്പ റിസർവോയർ. പമ്പ ആറിന് കുറുകെ ഡാം കെട്ടിയാണ് പമ്പ റിസർവോയർ ഉണ്ടാക്കിയത്. പിന്നീട് കക്കി റിസർവോയിനും പമ്പ റിസർവോയിനും ഇടയിൽ 3 കിലോമീറ്ററോളം നീളം വരുന്ന അണ്ടർഗ്രൗണ്ട് ടണൽ ഉണ്ടാക്കി. അങ്ങനെ ഈ 2 റിസർവോയറും തമ്മിൽ കണക്ട് ചെയ്തു. കക്കി ഡാമിൽ നിന്നാണ് മൂഴിയാർ പവർ ഹൗസിലേക്ക് വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള വെള്ളം കൊണ്ടുവരുന്നത്. കുറെ ദൂരം അണ്ടർഗ്രൗണ്ട് ടണൽ നിർമ്മിച്ചു. അവിടുന്ന് 3 പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി വെള്ളം മൂഴിയാർ പവർ ഹൗസിൽ എത്തിക്കുന്നു.
പെൻസ്റ്റോക്ക് പൈപ്പുകൾ നമുക്ക് പോകുന്ന വഴി കാണാൻ സാധിക്കും. ഈ പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് മൂഴിയാർ പവർ ഹൗസിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. ദാ ആ താഴെ നമുക്ക് മൂഴിയാർ പവർ ഹൗസ് ചെറുതായിട്ട് കാണാം. ഇതിനുള്ളിലാണ് വാൽവ് ഹൗസ്. കക്കി ഡാമിൽ നിന്നും ഇതുവരെ ടണലിലൂടെയാണ് വെള്ളം വരുന്നത്. ഇവിടെ വെച്ച് ടണലും പെൻസ്റ്റോക്കും കണക്റ്റഡ് ആവുന്നു. നമ്മൾ കക്കി ഡാം എത്താറായി. കക്കി റിസർവോയറിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാവരും വണ്ടി നിർത്താറുണ്ട്. നല്ലൊരു വ്യൂ പോയിന്റാണിത്. നമ്മൾ ഇവിടെ കക്കി ഡാം എത്തി. ഇതാ നമ്മൾ രണ്ടുപേരുണ്ട്. ഇതാ നമ്മളിതാ കക്കി ഡാമിൻ്റെ ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറക്കുന്ന വഴി കൂടെ നടക്കേണ്ടത്. കണ്ടില്ലേ, ഇതാണ് കക്കി ഡാം.
നല്ല വെള്ളമുണ്ട് ഗൈസ്, കണ്ടില്ലേ? ഇപ്പുറത്തെ സൈഡിൽ കാണിച്ചു തരാം. കക്കി ഡാമിനടിയിൽ കൂടെയാണ് അണ്ടർഗ്രൗണ്ട് ടണൽ നിർമ്മിച്ച് മൂഴിയാറിലേക്ക് വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ കക്കി ഡാമിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ വേണ്ടി പാറ പൊട്ടിച്ചെടുത്താണ് കക്കി ഡാമിന് വേണ്ടി പാറ പൊട്ടിച്ചെടുത്ത ഒരു സ്ഥലമാണ് ഇവിടെ. അടിപൊളിയില്ലേ ഇത്? അടിപൊളി പ്ലേസ് ഗൈസ്. ഇതാ അവിടെ കൂടെ കറങ്ങി കറങ്ങി അങ്ങ് പോയാൽ ആ മലയിൽ കയറാൻ പറ്റില്ല, ഇവിടെ നിന്നും കയറാൻ പറ്റും. കറങ്ങി പറ്റിയ സ്പോട്ടാണ്. ടെൻ്റൊക്കെ അടിച്ചാൽ ഇവിടെ പക്ഷെ അട്ടയുണ്ട്, സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. പട്ടികളുണ്ട്, സൂക്ഷിക്കണം. ബോർഡ് പോലെ അട്ടയുണ്ട്, സൂക്ഷിക്കണം. ഇവിടെ ഒരു ബോർഡ് വെക്കണം. അപ്പോൾ നമുക്കിനി പോവാൻ തിരിച്ച്. ഇവിടെ നിന്ന് ഉറക്കെ സംസാരിച്ചാൽ എക്കോ കേൾക്കുന്നത് കൊണ്ട് എക്കോ പോയിന്റ് എന്നാണ് ഈ സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വിശന്ന്. അപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കാൻ പോകും. ഇവ ഇപ്പോൾ തന്നെ തീറ്റ തുടങ്ങി, ഓൾറെഡി തുടങ്ങി. ബിസ്ക്കറ്റ് ഡ്രീം ക്രീം. ഇനി വേറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്, അത് കുറച്ചും കൂടെ കഴിഞ്ഞ് തിന്നാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ആനത്തോട് ഡാമാണ്. കക്കി റിസർവോയറിലെ രണ്ടാമത്തെ ഡാമാണ് ആനത്തോട് ഡാം. ആനത്തോട് ഡാം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ സീനത്തോട് പഞ്ചായത്തിലാണ്. ഇവിടെയും പാസും ലൈസൻസും കാണിച്ച് എൻട്രി ചെയ്യണം. വരുന്ന വഴിയിലൊക്കെ നിറച്ച് ആനപ്പിണ്ടം കിടപ്പുണ്ടായിരുന്നു, പക്ഷെ ഒന്നിനെ പോലും വഴി കണ്ടില്ല. മൃഗങ്ങളെ കാണണമെങ്കിൽ രാവിലെ നേരത്തെ വരണം. നമ്മൾ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്തപ്പോൾ തന്നെ 10:30 സമയമായി. ഇപ്പോൾ എത്തുന്നത് കൊച്ചുപമ്പ ചെക്ക് പോസ്റ്റ്. ഇവിടെ പാസും ലൈസൻസും കാണിക്കണം. പിന്നെ ഒരു 85 രൂപ ഫീസ് അടയ്ക്കണം. പെരിയാർ നാഷണൽ പാർക്കിലേക്കുള്ള എൻട്രി ടിക്കറ്റാണിത്. അവിടുന്ന് കുറച്ചുകൂടി വന്നപ്പോൾ കൊച്ചുപമ്പ KCB ക്യാൻറ്റീനായി. ഇവിടെ എത്തിയപ്പോൾ മഴ തുടങ്ങി. ഉച്ച സമയമായതുകൊണ്ട് ഊണുണ്ടായിരുന്നു. ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ വണ്ടിപ്പെരിയാർ എത്തിയാലേ ഹോട്ടൽസ് ഉള്ളൂ. ഇപ്പോൾ കേസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളമെല്ലാം തീർന്നു. അപ്പോൾ ഈ കടയിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് കുപ്പി എടുക്കാൻ ഞങ്ങൾ പോവുകയാണ്. പപ്പു ആദ്യം പോയി കാരണത്ത് കയറി, വെളിയിൽ നിന്നേ തുറക്കാൻ പറ്റത്തുള്ളൂ. പെട്ടിട്ട് വിളിക്കുകയാണ്. ഞാൻ പെട്ടു ഗൈസ്, ചൈൽഡ് ലോക്ക് ഇട്ട് വെച്ചിരുന്നു, ഞാൻ പെട്ടു. അപ്പോൾ ഗൈസ് നമുക്ക് മഴ നനയാൻ വയ്യ, ഒരു കാറ് തിരിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. യെസ് ഗൈസ്, ഇതാ ഞാൻ ഇവിടെ ഉണ്ട്. ഇതാ ചോറ് കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കടയുടെ പേര് KCB ക്യാൻറ്റീൻ, കൊച്ചുപമ്പ ഗവി. ഇതിപ്പോൾ ഗവിയുടെ ഒരു പാർട്ടാണ് ഈ റൂട്ട്. ഇവിടെ ആകെ 3 മാത്രമേ കിട്ടത്തുള്ളൂ. അതാണ്ട് നമ്മൾ ഇട്ടിട്ട് പോണു ഗൈസ്, കണ്ടില്ലേ? നമ്മൾ ഇട്ടിട്ട് പോകുന്നു. നമ്മൾ ഇവിടുന്ന് പത്തനംതിട്ടയ്ക്ക് ഏകദേശം 90 കിലോമീറ്റർ ഉണ്ട്. മൂഴിയാറിലേക്ക് 30 കിലോമീറ്റർ. നമുക്ക് കാണാൻ സാധിക്കുക മലയിലൊക്കെ നന്നായിട്ട് കോട കയറിയിരിക്കുകയാണ്. അല്ല, അവിടെ അബാൻഡൺ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. എൻ്റെ പുതിയ വാച്ച് കണ്ടില്ലേ? അത് KCBയുടെ ഡാം സേഫ്റ്റി സബ് ഡിവിഷനാണ് ആ കാണുന്നത്. ഈ കട KCBയുടെ ക്യാൻറ്റീൻ.
ഇവിടെ പൊതിച്ചോറ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിലേത് കൊച്ചുപമ്പയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീണ്ടും വരുന്നു. നമ്മളെ പിക്കായിട്ട് വരുന്നു. അപ്പോൾ ശരി, നമുക്ക് കയറാം. അവിടെ നിന്നിറങ്ങി കുറച്ച് ദൂരം വന്നപ്പോഴാണ് പമ്പ ഡാം. പമ്പ ഡാം നമ്മൾ ക്രോസ് ചെയ്യത്തില്ല, അതിന് വശത്ത് കൂടെ പോകത്തേ ഉള്ളൂ. മഴയായതിനാൽ ഇവിടെ ഇറങ്ങിയില്ല. പമ്പ റിസർവോയറിൽ ഈ ഒരു ഡാം മാത്രമേ ഉള്ളൂ. ഗവി എക്കോ ടൂറിസം കൊച്ചു പമ്പ എന്നൊരു ബോർഡ് കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിംഗ് ചെയ്യണമെന്നായിരുന്നു പ്ലാൻ. ക്ലോസ് ആയതുകൊണ്ട് നടന്നില്ല. പമ്പ നദി. പമ്പ ഡാമിൽ നിന്നും തുറന്നു വിടുന്ന വെള്ളം ഇതുവഴി ശബരിമല, പമ്പ, അത്തിക്കയം, റാന്നി, കോഴഞ്ചേരി, തോട്ടപ്പള്ളി വഴി കടലിലേക്ക് ഒഴുകുന്നു. ഈ കാണുന്നത് ചെറിയ ഒരു ബണ്ട് ഡാമാണ്. നേരത്തെ കണ്ട പമ്പ നദി ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് താഴേക്ക് ഒഴുകുന്നു. ഇതാണ് ഗവി എന്ന സ്ഥലം. ഇത് ഇവിടുത്തെ സ്കൂളാണ്, ഗവൺമെന്റ് LP സ്കൂൾ ഗവി. ഇവിടെ വലതുവശത്തൊരു ചെറിയ അമ്പലം കാണാം. ഇവിടുന്ന് ഇനി കുറച്ചുകൂടെ പോയ ഗവി ഡാമായി. പത്തനംതിട്ട ജില്ലയിലെ സീനത്തോട് പഞ്ചായത്തിലാണ് ഗവി ഡാം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കാറിക്കിടന്ന് കുറച്ചേരം ഉറങ്ങി നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ എണീറ്റ് നോക്കിയപ്പോൾ ഇവനാണെങ്കിൽ എന്നെ തട്ടി വിളിച്ച് ദാണ്ട ഗവി ഡാം എത്തി എന്ന് പറഞ്ഞതാ. സോറി. ഗവി ഡാമിനോട് ചേർത്ത് 3 ചെറിയ ഡാമുകൾ കൂടിയുണ്ട്. മീനാർ 1, മീനാർ 2, കൂളാർ ഡാം എന്നിവയാണ് 3 ഡാമുകൾ. ഇവയൊക്കെ ചെറിയ ഡാമുകളാണ്. ഈ 3 ഡാമുകൾ നമുക്ക് കാണാൻ പറ്റില്ല, കാടിനുള്ളിലാണ്. അവിടേക്ക് പബ്ലിക്കിന് പെർമിഷൻ ഇല്ല. പത്തനംതിട്ട നിന്ന് ഗവി വഴി കുമളി പോയിട്ട് തിരിച്ചു വരുന്ന ആനവണ്ടി. മഞ്ഞ് മൂടി നിൽക്കുന്ന ഡാമിലൂടെ വരുന്ന കാഴ്ച അടിപൊളി. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. പെരിയാർ ടൈഗർ റിസർവ് ORG എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ ബുക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഗവി ഡാമിൽ ബോട്ടിംഗ് ഉണ്ട്, പക്ഷേ അത് ഈ പാക്കേജ് എടുത്തു വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ. സ്റ്റേ അല്ലാതെ 1 ഡേ പ്രോഗ്രാമും ഉണ്ട്. അങ്ങനെ ഗവി റൂട്ടിലെ ലാസ്റ്റ് ഡാമായ ഗവി ഡാമിൽ നിന്ന് നമ്മൾ തിരിച്ചു. ഇനി ഇവിടുന്ന് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എന്തായാലും 6 മണിക്ക് മുമ്പേ നമ്മൾ എത്തണം. ഗവിയിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മഴയും കോടമഞ്ഞും. മഞ്ഞു കാരണം കുറെ കാഴ്ചകൾ മിസ്സായി. പുൽമേട് വ്യൂ പോയിന്റ് ഒന്നും കാണാൻ പറ്റിയില്ല. ഒരു കുഞ്ഞു മാൻകുട്ടി റോഡ് സൈഡിൽ നിന്ന് പോയിരുന്നു. ക്യാമറ ഓൺ ആക്കിയപ്പോഴേക്കും ഓടിക്കളഞ്ഞു. എന്നാലും ഒരല്പം കിട്ടി. പിന്നെ കണ്ടത് ഒരു കരിങ്കുരങ്ങ് ഫാമിലി. ഒരു കുഞ്ഞു കുട്ടിയും ഉണ്ടായിരുന്നു.
അതും അടുത്തെത്തിയപ്പോഴേക്കും ഓടിക്കളഞ്ഞു. അങ്ങനെ ആനയെ കാണാൻ പറ്റി. 3 എണ്ണമുണ്ട്. കുറേ ദൂരമായിരുന്നു. ക്യാമറയിൽ ഇത്രയേ കിട്ടുള്ളൂ. ഗൈസ് നമ്മൾ ആനേനെ കണ്ടു, ഒരു കാട്ടുപോത്തിനെ കണ്ടു. അത് ഞാൻ ക്ലിപ്പ് എടുത്തെന്ന് തോന്നുന്നു. ആനയുടെ ക്ലിപ്പ് എന്തായാലും ഞാൻ യൂട്യൂബിൽ ഇതിലിടണമായിരിക്കും. നമുക്കിനി എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു പുലീനെയും കൂടെ കാണണമെന്നാണ്. ഗവി കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. ഗവിയിലേക്കുള്ള യാത്രയാണ് മനോഹരം. ഏകദേശം 80 കിലോമീറ്ററോളം കാട്ടിനുള്ളിലൂടെ യാത്ര. ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെ കാണാം. പിന്നെ കുറേ ഡാമുകളും. മിക്കവാറും എല്ലാ ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്താണ് എന്നും എങ്ങനെയാണ് അതിൻ്റെ രീതികളും എന്നും കുറച്ചൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അച്ഛൻ്റെ ഫ്രണ്ട് രാകേഷ് അങ്കിളാണ് ഇതിനെപ്പറ്റി എനിക്കും മോനുവിനും പറഞ്ഞു തന്നത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒരുവിധം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരുവിധം അവതരിപ്പിക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ അച്ഛനും ഒരുപാട് സഹായിച്ചു. ഇനിയും ഒരുപാട് മനസ്സിലാക്കണം. അടുത്ത തവണ വരുമ്പോൾ പറ്റുമെങ്കിൽ പവർ ഹൗസ് വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. നമ്മളിതാ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.